രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ള കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ രാത്രി നേരത്തെ കിടക്കുകയാണ് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ വേണം അല്ലേ. അത് കിട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നല്ല അലേർട്ടായിട്ടും അതുപോലെ ഹാപ്പി ആയിട്ടും എഴുന്നേൽക്കാൻ പറ്റും. അപ്പം നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ കഴിയണതും ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ഒരു സമയത്താവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീക്കെൻഡ്സിലും. അപ്പോൾ നമ്മുടെ ബോഡിക്കൊരു കറക്റ്റായിട്ടൊരു റിതം വരും. നമുക്കൊരു ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ സമയത്ത് നമ്മൾ താനേ എഴുന്നേൽക്കും, ഒരു അലാമോ ഒന്നും തന്നെ വെക്കാതെ. പിന്നെ നമുക്ക് രാത്രി നമ്മൾ ഒരു വൈൻഡ് ഡൗൺ അവർ വേണം. അതായത് ഒരു കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ എല്ലാം ഒന്ന് സെറ്റാക്കുക. ലൈക്ക് ലൈറ്റ്സൊക്കെ ഒന്ന് കുറയ്ക്കുക, ഫോൺ അവോയ്ഡ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും റിലാക്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം നൈറ്റ്സ് നമ്മൾ പീസ്ഫുൾ ആണെങ്കിൽ മോർണിംഗ്സ് കുറേയും കൂടി ഈസിയർ, കാമർ, പിന്നെ ഫുൾ ഓഫ് എനർജി ആയിരിക്കും. പിന്നെ നല്ലൊരു ബെഡ് ടൈം റുട്ടീൻ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിന് ഒരു സിഗ്നൽ തന്നെ കിട്ടും. അതായത് ഓക്കെ, റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്തു, ഇനിയിപ്പോൾ പയ്യെ ഉറങ്ങാനുള്ള സമയമാണ്. ജസ്റ്റ് മൊബൈലിൽ സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ ടി വി കാണുക, അങ്ങനെയൊന്നും ചെയ്യാതെ ലാസ്റ്റ് 30 to 45 മിനിറ്റ്സ് നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും റിലാക്സ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ലൈക്ക് കുറച്ച് ബുക്ക് വായിക്കുക, അതിഷ്ടമാണെങ്കിൽ അത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സമയത്ത് തോന്നുന്ന തോട്ട്സ് ജേർണൽ ചെയ്യാം. ഒന്ന് ലൈറ്റായിട്ടൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. പിന്നെ നല്ല ഹെർബൽ ടീ കുടിക്കാം. ലൈക്ക് ക്യാമമൈൽ ടീ ഒക്കെ ഒത്തിരി നല്ലതാണ്. ഈ ബ്രൈറ്റ് സ്ക്രീൻസൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വഴക്കിട്ടിട്ട് ഉറങ്ങാതിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഒരു സ്ട്രെസ് ഹോർമോൺസ് കൂടും. അപ്പോൾ അത് സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഉറങ്ങുന്ന സമയമായി ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ബോഡി ഫുള്ള് റിലാക്സ് ചെയ്യാനുള്ളൊരു കാര്യമായിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു ബിസി ഡേ, പിന്നെ നമ്മൾ എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റി അതങ്ങ് റിലാക്സ് ചെയ്യാനുള്ളൊരു ടൈമാക്കി എടുക്കുക. അപ്പോൾ ഓവർ ദ ടൈം നമ്മുടെ ബോഡി നല്ല റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉറങ്ങാനും രാവിലെ നല്ല റിഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ ഫോണൊന്ന് മാറ്റി വെച്ചേക്കാം ബെഡിൻ്റെ തൊട്ടടുത്തുനിന്ന്. നമ്മുടെ മോർണിംഗിൽ നമുക്കൊരു ഉറക്കം ഇല്ലാത്ത പോലെ തോന്നുന്നതെന്ന് വെച്ചാൽ ഫോൺ നമ്മുടെ ബെഡിൻ്റെ തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് രാത്രിക്ക് എഴുന്നേൽക്കുമ്പം ആ ഫോണൊന്ന് എടുത്തൊന്ന് ചെക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒന്ന് നോക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയും അത് നമുക്ക് നോക്കാനുള്ള ടെൻഡൻസി വരും. അത് തന്നെ നമുക്ക് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ എനർജിയും കുറയ്ക്കും. അപ്പോൾ ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് വയ്ക്കാതെ കുറച്ചങ്ങ് നീട്ടി വയ്ക്കുക. പിന്നെ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു അലാം ക്ലോക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫോൺ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇറ്റ്സ് ഓക്കെ, നമുക്കിനി ബാക്കി കാര്യം നോക്കാം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വലിയ ഡിസ്ട്രാക്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള ആ ഒരു കാംനെസ് നമ്മൾ എഴുന്നേൽക്കുമ്പോഴും നമുക്ക് സമാധാനമായിട്ട് ഒരു ടൈമും നല്ല സമാധാനമായിട്ട് കിട്ടും. അപ്പോൾ അത് തന്നെ നമ്മുടെ രാവിലത്തെ ആ ഒരു എൻറ്റയർ ഡേ നല്ലൊരു ഇമോഷണൽ ടോൺ ഉണ്ടാവും. പിന്നെ രാത്രി ലേറ്റായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കഫെയിൻ, കോഫി അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് കുറയ്ക്കാൻ നോക്കുക. കോളയോ അതൊക്കെ 5 PM ശേഷം കുടിച്ചാൽ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അതിന് പകരം ലൈക്ക് ഷാമമൈൽ ടീ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ പാലിൽ മഞ്ഞളിട്ട് കുടിക്കുക. ഇതെല്ലാം നമുക്ക് നല്ല ഉറക്കം തരും. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ചൂടുള്ളത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഫെയിൻ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഹോർലിക്സൊക്കെ ഇട്ട് കുടിക്കാം. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് അലാം വെച്ചിട്ട് എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു കാര്യം മാത്രമല്ല, നമ്മൾ എത്ര നന്നായിട്ട് ഉറങ്ങി എന്നുള്ളതും കൂടിയിട്ട് ആ ഒരു മാറ്ററാണ്. നല്ലൊരു റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്ത ഒരു ബോഡിയിൽ നമ്മൾ നാച്ചുറലായിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ അത്ര നല്ലതായിട്ടൊരു കാര്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി നല്ലൊരു കാര്യമല്ല. പിന്നെ നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ഒരു സ്ട്രോങ് റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലൗഡ് അലാം ഇല്ലെങ്കിലും നമ്മൾ തന്നെ എഴുന്നേൽക്കും. നമ്മൾ എഴുന്നേൽക്കുന്നതിൻ്റെ റീസൺ തന്നെ മീനിങ് ഫുൾ ആയിരിക്കണം. ചിലപ്പോൾ നമുക്കൊരു സമാധാനമുള്ളൊരു സമയം കിട്ടണമെന്നായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരിക്കാം, ജേർണലിങ് ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയൊരു സമയം, അങ്ങനെ ആവാം. അങ്ങനെ ഒരു സ്ട്രോങ് റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി എഴുന്നേൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ മോർണിംഗിനൊരു പർപ്പസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ കാര്യം ചെയ്യണം, അങ്ങനെ ഒരു ആൻറ്റിസിപ്പേഷനോട് കൂടിയാണ് എഴുന്നേൽക്കുന്നത്. അയ്യോ എൻ്റെ ഉറക്കം പോയി അങ്ങനെ വിഷമിച്ചിട്ടാവരുത്.
ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്ന് എഴുതി നോക്കുക. വൈ എങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് എഴുതിയിട്ട് നമുക്ക് കാണുന്ന പോലെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് റിമൈൻഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ പീസ്ഫുള്ളി എഴുന്നേൽക്കാൻ നമുക്കൊരു കാരണമായിരിക്കും അത്. നമുക്ക് കുറച്ചും കൂടി ടൈം കൺട്രോൾ ചെയ്യാനുള്ള ഇത് കിട്ടും. അപ്പം ഒരു മോട്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പം വൈ ഐ ഹാവ് ടു വേക്കപ്പ് എന്നുള്ള ആ ഒരു വൈ സ്ട്രോങ് ആണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു സ്ട്രഗിളായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. സംതിങ് നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു കാര്യമായിട്ട് അത് മാറും. അതുപോലെ നമ്മുടെ അലാം ക്ലോക്ക് ഒന്ന് മാറ്റി വെക്കുക. ഇനി അലാം വെച്ച് എഴുന്നേൽക്കുവാണെങ്കിൽ, പക്ഷേ ഇത് നല്ല പവർഫുള്ളാണ്. കാരണം നമുക്ക് എന്തായാലും അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എഴുന്നേൽക്കണം. അപ്പോൾ എഴുന്നേറ്റൊന്ന് നടക്കുമ്പോഴത്തേനും പിന്നെ നമ്മൾ തിരിച്ച് ബ്ലാങ്കറ്റിൻ്റെ അകത്തേക്ക് പോകാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് നമ്മുടെ വീണ്ടും ഉറക്കത്തിലേക്ക് പോകാനുള്ള ആ ഒരു ടെൻഡൻസീനെ കുറയ്ക്കും. അപ്പോൾ നല്ലൊരു അലാം ടോൺ, നല്ലൊരു പവറൊക്കെയുള്ളൊരു അലാം ടോൺ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു എനർജിയും കിട്ടും, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യണതിന് പകരം. എവറി ടൈം നമ്മൾ വേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് പിന്നീട് അലാം വേണ്ടി വരില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡീനെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ എഴുന്നേറ്റ ഉടനെ ഇപ്പം നമ്മുടെ റൂമൊക്കെ ഡാർക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഈ തിക്ക് കേർട്ടൻ വെച്ചിട്ട് അത് ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ലൈറ്റ് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു ടൈം, ഒരു സെൻസ് വരും ഡേ ടൈം ആയി എന്നുള്ളത്. അപ്പോൾ കേർട്ടൻസൊക്കെ ഒന്ന് മാറ്റുക. സൺലൈറ്റ് വരണമെങ്കിൽ അകത്തോട്ട് വരട്ടെ. പുറത്ത് സ്റ്റിൽ ഡാർക്കാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ് ലൈറ്റ്സ് ഇടാം. അപ്പോൾ നമ്മുടെ ബ്രെയിന് തന്നെ മനസ്സിലാവും മോർണിംഗ് ആയി. നമുക്ക് എന്താ പറയുക, സ്ലീപ്പ് ഹോർമോൺ ഉണ്ടല്ലോ, മെലറ്റോണിൻ, അത് ഇനി മതിയെന്ന് നമ്മുടെ ബോഡീനോട് തന്നെ പറയുന്ന ഒരു ടൈമാണ്. പിന്നെ നമ്മുടെ മൂഡും നമ്മുടെ ഫോക്കസും എല്ലാം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ഒരു മോർണിംഗ് എയറൊക്കെ ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ബോഡി ക്ലോക്കൊക്കെ ഒന്ന് റെഗുലേറ്റഡ് ആവും. അതുപോലെ നാച്ചുറൽ ലൈറ്റ് ഫീൽ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബോഡി നല്ലതായിട്ട് എഴുന്നേൽക്കും. അപ്പോൾ കുറേയും കൂടി നമുക്ക് മോർണിംഗ്സ് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അടുത്തായിട്ട് നമ്മുടെ മോർണിംഗ്സ് കുറേയും കൂടി എൻജോയബിൾ ആക്കുക. ലൈക്ക് എപ്പോഴും ബോറിംഗ് ആണ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആണ് എന്ന് നമുക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഉറങ്ങണമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഒരു ചായ കുടിക്കുന്നതോ അല്ലെങ്കിൽ ചെറിയൊരു മ്യൂസിക് കേൾക്കുന്നതോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാൻ കുറച്ചും കൂടി പ്ലസൻ്റ് ആയിരിക്കും, ഹാപ്പി ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റും. അധികം ജോലികൾ ആ ഒരു ടൈം സ്റ്റാർട്ടിങ് തന്നെ ഒരുപാട് ജോലികൾ ഉള്ളത് നമ്മളൊന്ന് ഒഴിവാക്കുക. അപ്പോൾ നമ്മളായിട്ടൊന്ന് കണക്ട് ചെയ്യാനുള്ളൊരു ടൈമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോർണിംഗ് റുട്ടീൻ നല്ലൊരു റിവാർഡ് പോലെ തോന്നും, പണിഷ്മെൻ്റ് ആയിട്ട് തോന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ സ്നൂസ് ബട്ടൺ പ്രസ് ചെയ്യരുത്. അതൊരു രസമുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് കുറച്ചും കൂടി നമുക്ക് ടയേർഡാവും. അപ്പോൾ വീണ്ടും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പുതിയ സ്ലീപ്പ് സൈക്കിളിലേക്ക് പോവും. പിന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒത്തിരി ടയേർഡ് ആൻഡ് അൺഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് അലാമിൽ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുക. 3, 2, 1 എന്നിട്ട് എഴുന്നേൽക്കുക. അടുത്ത് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിപ്പ് എടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനൊരു സിഗ്നൽ കിട്ടും, ദ ഡേ ഹാസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് മോർണിംഗ്സ് നമുക്ക് കുറച്ച് ടഫായിരിക്കും, പക്ഷേ സൂൺ നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്യും. ആസ് ലോങ് ആസ് നമ്മൾ രാത്രി നേരത്തെ കിടക്കുകയാണ്, നമുക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്നൂസ് ബട്ടൻ്റെ കാര്യം കൂടി ഉണ്ടാവില്ല. നമുക്ക് ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് കിട്ടുകയും ചെയ്യും, ഡിസിപ്ലിൻ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ എഴുന്നേറ്റ ഉടനെ ബോഡി ഒന്ന് മൂവ് ചെയ്യുക. നമ്മുടെ ആംസ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഷോൾഡർ റോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിമ്പിൾ യോഗ പോസസ് ഒക്കെ ഇല്ലേ, ബേബി പോസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. ഒരു മോർണിംഗിൻ്റെ ഒരു ഫോഗ് അങ്ങ് പോവും. ഒരു ഫുൾ വർക്കൗട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 3 to 5 minutes ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ബോഡി മൂവ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു സിഗ്നൽ കിട്ടും ബോഡിക്ക്, ലൈക്ക് ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് ദ ഡേ. ഒന്ന് പറ്റുവാണെങ്കിൽ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ഡീപ്പ് ബ്രീത്തൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല മോട്ടിവേറ്റഡ് ഒക്കെ ആയിട്ട് ഇരിക്കും.